അപ്പോൾ നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത് ഭരണഘടനാ നിർമ്മാണ സഭയിലെ പ്രധാനപ്പെട്ട കമ്മിറ്റികളും അതിന്റെ അധ്യക്ഷന്മാരെ കുറിച്ചുമാണ്. ഓക്കെ, അപ്പോൾ ഭരണഘടനയുടെ പൂർത്തീകരണത്തിന് വേണ്ടി ഏകദേശം 22ഓളം കമ്മിറ്റികൾ രൂപീകരിച്ചിട്ടുണ്ട്. അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കമ്മിറ്റികൾ 13 കമ്മിറ്റികളാണ്. സബ് കമ്മിറ്റികൾ 9 കമ്മിറ്റികളുമാണ്. ഓക്കെ, അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കമ്മിറ്റിയാണ് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി എന്നറിയപ്പെടുന്ന ക്രോഡീകരണ കമ്മിറ്റി. ഈ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി അംഗങ്ങൾ എന്ന് പറയുന്നത് 7 പേരാണ്. അതിന്റെ പെർമനന്റ് ചെയർമാൻ എന്നറിയപ്പെടുന്നത് BR അംബേദ്കർ ആണ്. ഭരണഘടനയുടെ ശില്പി എന്നറിയപ്പെടുന്നത് BR അംബേദ്കർ ആണ്. അപ്പോൾ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയെ കുറിച്ച് നമുക്ക് വീണ്ടും എടുത്തു പറയാം. ഓക്കെ, അപ്പൊ നമുക്ക് പ്രധാനപ്പെട്ട കമ്മിറ്റിയും അതിന്റെ അധ്യക്ഷന്മാരെ കുറിച്ച് നമുക്കൊന്ന് ചർച്ച ചെയ്യാം. അപ്പോ ഏറ്റവും പ്രധാനപ്പെട്ട കമ്മിറ്റി നമ്മൾ പറഞ്ഞു ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയാണെന്ന് പറഞ്ഞു. അതിന്റെ അധ്യക്ഷൻ BR അംബേദ്കർ ആണെന്ന് പറഞ്ഞു. ഇനിയും അടുത്ത പ്രധാനപ്പെട്ട കമ്മിറ്റികൾ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിക്ക് ശേഷം സ്റ്റിയറിംഗ് കമ്മിറ്റി, ഫിനാൻസ് കമ്മിറ്റി, അഡ്ഹോക് കമ്മിറ്റി, പിന്നീട് റൂൾസ് ആൻഡ് പ്രൊസീജിയർ കമ്മിറ്റി. അപ്പോൾ ശ്രദ്ധിച്ചോളുക, സ്റ്റിയറിംഗ് കമ്മിറ്റി, ഫിനാൻസ് കമ്മിറ്റി, റൂൾസ് ആൻഡ് പ്രൊസീജിയർ കമ്മിറ്റി, അഡ്ഹോക് കമ്മിറ്റി, ഓൺ ഫ്ലാഗ്, ഈ 4 കമ്മിറ്റികളുടെയും ചെയർമാൻ ഭരണഘടനാ നിർമ്മാണ സഭയുടെ പെർമനന്റ് ചെയർമാനായ ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് തന്നെയാണ്. അപ്പോൾ റൂൾസ് ആൻഡ് പ്രൊസീജിയർ, സ്റ്റിയറിംഗ് കമ്മിറ്റി, ഫിനാൻസ് കമ്മിറ്റി, അഡ്ഹോക് കമ്മിറ്റി, ഓൺ ഫ്ലാഗ്, ഇത്രയും കമ്മിറ്റികളുടെയും ചെയർമാൻ ആര് തന്നെയാണ്? ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആണ്. ഇനിയും അടുത്ത ഏറ്റവും പ്രധാനപ്പെട്ട കമ്മിറ്റിയാണ് ഫണ്ടമെന്റൽ റൈറ്റ് കമ്മിറ്റി, അതേപോലെ തന്നെ മൈനോറിറ്റി കമ്മിറ്റി. ഫണ്ടമെന്റൽ റൈറ്റ് കമ്മിറ്റിയുടെയും മൈനോറിറ്റി കമ്മിറ്റിയുടെയും അധ്യക്ഷൻ സർദാർ വല്ലഭായ് പട്ടേലാണ്. അപ്പോൾ മൗലിക അവകാശങ്ങളുടെ ശില്പി ആരാണ്? സർദാർ വല്ലഭായ് പട്ടേലാണ്. ഇനിയും മൗലിക അവകാശ സമിതി എന്ന് പറയുന്ന ഫണ്ടമെന്റൽ റൈറ്റ് കമ്മിറ്റി പോലെ തന്നെ ന്യൂനപക്ഷ കമ്മിറ്റി എന്നറിയപ്പെടുന്ന മൈനോറിറ്റി കമ്മിറ്റിയുടെയും അധ്യക്ഷനാര് തന്നെയാണ്? സർദാർ വല്ലഭായ് പട്ടേലാണ്. ഇനിയും ഫണ്ടമെന്റൽ റൈറ്റ് അതേപോലെ തന്നെ മൈനോറിറ്റി കമ്മിറ്റി രണ്ടിനും സബ് കമ്മിറ്റികളൂടെ പഠിക്കാനുണ്ട്. അതിൽ ന്യൂനപക്ഷ സബ് കമ്മിറ്റിയുടെ അധ്യക്ഷൻ എന്നറിയപ്പെടുന്നത് HC മുഖർജിയാണ്. കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലിയുടെ ഡെപ്യൂട്ടി ചെയർമാൻ ആണ് ആരെന്ന് പറയുന്നത് HC മുഖർജി. അദ്ദേഹം തന്നെയാണ് മൈനോറിറ്റി സബ് കമ്മിറ്റിയുടെയും അധ്യക്ഷൻ എന്നറിയപ്പെടുന്നത്. ഇനിയും അതേപോലെ തന്നെ അടുത്ത ഏറ്റവും പ്രധാനപ്പെട്ട കമ്മിറ്റിയാണ് മൗലിക അവകാശ സമിതിയുടെ സബ് കമ്മിറ്റി. അതിന്റെ അധ്യക്ഷൻ JB കൃപലാനിയാണ്. അപ്പോൾ ഫണ്ടമെന്റൽ റൈറ്റ് സബ് കമ്മിറ്റിയുടെ അധ്യക്ഷൻ JB കൃപലാനി, മൈനോറിറ്റി സബ് കമ്മിറ്റിയുടെ അധ്യക്ഷൻ HC മുഖർജിയുമാണ്. പിന്നീട് സ്റ്റേറ്റ് കമ്മിറ്റി അതേപോലെ തന്നെ യൂണിയൻ പവർ കമ്മിറ്റി എന്നറിയപ്പെടുന്ന 2 കമ്മിറ്റികളാണ്. സ്റ്റേറ്റ് കമ്മിറ്റി, യൂണിയൻ പവർ കമ്മിറ്റി. രണ്ടിന്റെയും അധ്യക്ഷൻ ജവഹർലാൽ നെഹ്റു ആണ്. പിന്നീട് യൂണിയൻ കോൺസ്റ്റിറ്റ്യൂഷൻ കമ്മിറ്റി എന്നറിയപ്പെടുന്ന ഒരു കമ്മിറ്റിയുണ്ട്. അതിന്റെയും അധ്യക്ഷൻ ആര് തന്നെയാണ്? ജവഹർലാൽ നെഹ്റു ആണ്. അതേപോലെ തന്നെ ഹൗസ് കമ്മിറ്റി എന്നറിയപ്പെടുന്ന ഒരു കമ്മിറ്റിയുണ്ട്. ആ ഹൗസ് കമ്മിറ്റിയുടെ അധ്യക്ഷൻ പട്ടാഭി സീതാരാമയ്യർ ആണ്. ആരാണ് പട്ടാഭി സീതാരാമയ്യർ? നമുക്കറിയാം, INC-യുടെ ആദ്യത്തെ തെരഞ്ഞെടുപ്പിൽ സുഭാഷ് ചന്ദ്രബോസിനോട് പരാജയപ്പെട്ട ഗാന്ധിജിയുടെ നോമിനിയായിരുന്ന വ്യക്തിയായിരുന്നു ആര്? പട്ടാഭി സീതാരാമയ്യർ. അപ്പോ പട്ടാഭി സീതാരാമയ്യർ ആയിരുന്നു ഏത് കമ്മിറ്റിയുടെ അധ്യക്ഷൻ? ഹൗസ് കമ്മിറ്റിയുടെ അധ്യക്ഷൻ. ഇനിയും ഓർഡർ ഓഫ് ബിസിനസ് കമ്മിറ്റിയുടെ അധ്യക്ഷൻ KM മുൻഷിയാണ്. ഓർഡർ ഓഫ് ബിസിനസ് കമ്മിറ്റിയുടെ അധ്യക്ഷൻ ആരാണ്? KM മുൻഷിയാണ്. ഇനിയും അടുത്ത ഏറ്റവും പ്രധാനപ്പെട്ട കമ്മിറ്റിയാണ് ലാംഗ്വേജ് കമ്മിറ്റി അഥവാ ഭാഷാ കമ്മിറ്റി. അതിന്റെ അധ്യക്ഷനായിരുന്നു മൂർത്തി സത്യനാരായണയാണ്. അടുത്ത പ്രധാനപ്പെട്ട കമ്മിറ്റിയാണ് ക്രെഡൻഷ്യൽ കമ്മിറ്റി എന്നറിയപ്പെടുന്നത്. അല്ലാടി കൃഷ്ണസ്വാമി അയ്യങ്കാറാണ് അതിന്റെ അധ്യക്ഷൻ, ക്രെഡൻഷ്യൽ കമ്മിറ്റിയുടെ അധ്യക്ഷൻ. അപ്പോൾ പ്രധാനപ്പെട്ട കമ്മിറ്റിയും അതിന്റെ അധ്യക്ഷന്മാരെയും നമ്മൾ പറഞ്ഞു. അപ്പോൾ ഈ പ്രധാനപ്പെട്ട കമ്മിറ്റിയിൽ ഏറ്റവും പ്രധാനപ്പെട്ട കമ്മിറ്റികൾ പ്രത്യേകിച്ച് എടുത്തെന്ന് പറയുന്നു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കമ്മിറ്റിയാണ് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി. അതിന്റെ അധ്യക്ഷനായിരുന്നു BR അംബേദ്കർ. ഫണ്ടമെന്റൽ റൈറ്റ് കമ്മിറ്റി അധ്യക്ഷൻ സർദാർ വല്ലഭായ് പട്ടേലാണ്. പിന്നീട് റൂൾസ് ആൻഡ് പ്രൊസീജിയർ, സ്റ്റിയറിംഗ് കമ്മിറ്റി, ഫിനാൻസ് കമ്മിറ്റി, അഡ്ഹോക് കമ്മിറ്റി ഓൺ ഫിനാൻസ്, ഇതിന്റെ എല്ലാം അധ്യക്ഷൻ ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആയിരുന്നു. അപ്പോൾ ഈ പ്രധാനപ്പെട്ട കമ്മിറ്റികളെയും അതിന്റെ അധ്യക്ഷന്മാരെയും ഈ LDC പരീക്ഷകൾക്കും വരാൻ പോകുന്ന പരീക്ഷകൾക്കും നമ്മൾ ചോദിച്ചാൽ ഉറപ്പായിട്ടും എഴുതുമല്ലോ. ക്ലിയർ അല്ലേ?